ഈ യുദ്ധത്തിന്റെ ഒരു കാലത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇതിനെ വിശദീകരിക്കേണ്ടത്. ഒരു യുദ്ധത്തിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെല്ലാവരും വിജയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു യുദ്ധം അവസാനിക്കുന്നത് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുണ്ട്. അതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. അതുകൊണ്ട് ഇപ്പം നമ്മൾക്ക് ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ യുദ്ധം നിരീക്ഷിക്കുന്നവർക്കെല്ലാം പ്രശ്നമില്ല, എല്ലാവരും നമ്മൾ വീട്ടിൽ പോവാം. പക്ഷെ അങ്ങനെ അല്ല ഈ പ്രദേശത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്സ് നിലനിൽക്കുന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ വെസ്റ്റ് ഏഷ്യയുടെ ഉള്ളിലുള്ള ഫോൾട്ട് ലൈൻസ് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട്. അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ന്യൂക്ലിയർ പദ്ധതി, ആണവ ഇറാന്റെ അത് അതേപടി നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേൽ ശീത സമരം അതേപടി നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾ അതേപടി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇവിടെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അമേരിക്കയുടെ ഒരു ആധിപത്യത്തിന്റെ ഒരു 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 കാര്യമാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും കോറായിട്ട് നമ്മൾ കാണേണ്ടത്. ഇത് ഞാൻ കാണുന്നത് അമേരിക്ക ഇസ്രായേലിലൂടെ ചെയ്ത ഒരു യുദ്ധമാണ് ഇറാനെതിരെ. ഈ മേഖലയിലാകെ അമേരിക്കയോട് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഏക രാജ്യം എന്നത് ഇറാനാണ്. ഇസ്രായേൽ പിറന്നു വീണപ്പോൾ 1948 പിറന്നു വീണപ്പോൾ അതിന്റെ പിറ്റേ ദിവസം ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിന്റെ സൗഹൃദ പട്ടികയിലാണ്. അവരാരും ഈ യുദ്ധത്തിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ ഗാസയിൽ പോലും ഒരു പ്രതികരണവും നടക്കാതെ ഇരിക്കുന്ന രാജ്യങ്ങളാണ് അതിന് ചുറ്റുമുള്ളത്. ഇപ്പൊ ഈ ദൂരത്തുള്ള 10,500 കിലോമീറ്റർ ദൂരത്തുള്ള ഇറാനാണ് ഇസ്രായേലിന്റെ ശത്രു. ഇസ്രായേലിന്റെ ശത്രു ആയതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ശത്രുവാണ്. അതുകൊണ്ടാണ് ഇറാനെ ഒരു തരത്തിലും ആണവ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരാരും സമ്മതിക്കാതിരിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റിൽ വേണം നമുക്കിതിനെ കാണാൻ. ഇതില് നമുക്കൊരു ഒരു അല്പം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഈ നേരത്തെ വെച്ച ഈ നാടകത്തിന്റെ ഒരു കുറച്ചുകൂടെ വലിയൊരു പ്ലോട്ട് നമ്മൾ കാണാൻ പറ്റും. ഈ മെയ് മാസം 13-ാം തീയതിയാണ് ഇവിടെ ട്രംപ് സൗദി അറേബ്യയും ഖത്തറൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അന്ന് സൗദി അറേബ്യയുമായിട്ട് $600 ബില്യൺ കോൺട്രാക്ട് സൈൻ ചെയ്ത് അത് മേ ബി $1 ട്രില്യൺ ആക്കി അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പദ്ധതിയുമായിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയത്. മാത്രമല്ല $142 ബില്യൺ ആയുധ കരാറും ഉണ്ട്. ഈ സൗദി അറേബ്യക്ക് എന്തിനാ ഇത്രയും കൂടുതൽ ആയുധത്തിന്റെ ആവശ്യം? ഒരു ശത്രു ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ഷിയ സുന്നി ശത്രുത എന്നത് ഈ മേഖലയുടെ വലിയ ഫാൾട്ട് ലൈനിൽ ഒന്നാണ്. അത് മാത്രവുമല്ല 1979 മുതൽ ഇറാന്റെ ഈ കടുത്ത ജൂത വിരോധം, ആ രാജ്യത്തിന്റെ റിസോഴ്സസ് സൗദി അറേബ്യയിലുള്ള തന്നെ അല്ലെങ്കിൽ UAE തന്നെ അതിന്റെ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നത്. അതിന്റെ കടുത്ത ജൂത വിരോധമാണ് ഇറാനെ ഈ നിലയിൽ തളച്ചിട്ടത്. ആ മേഖലയിലെ വളരെ പുരോഗതിക്ക് സാധ്യമുള്ള ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജൂത വിരോധവും ഇസ്രായേൽ വിരുദ്ധതയുമാണ് 1979 ശേഷം ആ രാജ്യത്തെ വളരാൻ അനുവദിക്കാതെ ഇങ്ങനെ മുരടിപ്പിച്ചു പോയത്. അതേ ഫാൾട്ട് ലൈൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എല്ലാവരും ആഹ്ലാദത്തോടെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ആ കനലുകൾ അതേ രീതിയിൽ കിടക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയ്ക്ക് റീആക്ടിവേറ്റ് ചെയ്യിക്കാവുന്ന ഒരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഞാനൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഹിന്ദിയിൽ ഒരു കാര്യം പറയാറുണ്ട്, കോൻ കിത്ന പാനി മേ ഹേ, ആരെത്ര വെള്ളത്തിലാണെന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി വരുന്ന യുദ്ധത്തിൽ അല്പം കൂടെ തയ്യാറെടുത്തുകൊണ്ട് ഈ മേഖലയെ പ്രക്ഷുബ്ധമാക്കാൻ എല്ലാവർക്കും സാധിക്കും. അതാണ് ഈ യുദ്ധത്തിന്റെ ഒരു ഫലമായിട്ട് എനിക്ക് തോന്നുന്നത്.